മർഹബൻ അഹ്ലൻ വസഹ്ലൻ ഇലാ ഖനാത്തി അൽ ഉസ്താദ്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഉസ്താദ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാനുള്ളത്. നുലാഹിലു വ നഫ്ഹമു. നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വ നഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. ഈ പോസ്റ്ററാണ് എന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പോസ്റ്റർ നമുക്ക് ശ്രദ്ധിക്കാം, എന്നിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. അറബി ഭാഷയെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ, അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തെക്കുറിച്ച്. അൽ യൗമുൽ ആലമീ ലില്ലുഗത്തിൽ അറബിയ. അതിൻ്റെ ഇംഗ്ലീഷ് താഴെ കൊടുത്തിരിക്കുന്നു, വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ. അതെന്നാണ്? ഡിസംബർ 18 ആ ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴത്ത് വീണ്ടും അൽ യൗമുൽ ആലമീ ലില്ലുഗത്തിൽ അറബിയ എന്ന് കൊടുത്തിരിക്കുന്നു. പിന്നെ ആ 18 ഡിസംബർ 18 എന്നത് ഇവിടെ വലുതാക്കി കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു വാചകം ഇവിടെ എഴുതിയിട്ടുണ്ട്, മാ അജ്മല ലുഗതി അൽ അറബിയ. മാ അജ്മല, എത്ര മനോഹരമാണ്. ലുഗതി, എൻ്റെ ഭാഷ, അൽ അറബിയ, എൻ്റെ അറബി ഭാഷ എത്ര മനോഹരമാണ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്കും നിരവധി പോസ്റ്ററുകൾ നിർമ്മിക്കാം അല്ലേ? ഓക്കെ, അടുത്തത് നമ്മളെ പുസ്തകത്തിൽ ഒരു വർക്കാണ്. നുറാജിഉ നസ്വ വനുഇദ്ദു മുൽസ്വഖൻ അനിൽ ലുഗത്തിൽ അറബിയ. നുറാജിഉ നമുക്കൊന്നുകൂടി നോക്കാം. അന്നസ് പാഠഭാഗം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. മുൽസ്വഖൻ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അനിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷയെക്കുറിച്ച്. അപ്പോൾ 2 പോസ്റ്ററിൻ്റെ സ്പേസ് ഇതായി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ പുസ്തകത്തിൽ. അപ്പോൾ നമ്മൾ 2 പോസ്റ്റർ ഉണ്ടാക്കണം. അറബി ഭാഷയെക്കുറിച്ച് അല്ലെ, ഇൻ്റർനാഷണൽ അറബിക് ഡേ ഒക്കെ കുറിച്ച് തയ്യാറാക്കിയ പോസ്റ്റർ നമ്മൾ കണ്ടു. അതുപോലെ നമുക്കും പോസ്റ്റർ തയ്യാറാക്കാം. ഇതാ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ 2 പോസ്റ്ററുകൾ കാണാം. ഈ ഒന്നാമത്തെ പോസ്റ്ററിൽ ലാദ് എന്ന് ഞാൻ വലുതാക്കി കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അറബി ഭാഷയുടെ മറ്റൊരു പേരാണ് ലുഗത്തുല്ലാദ്. അത് നമ്മൾ പാഠം എടുത്തപ്പോൾ വിശദീകരിച്ചു അല്ലേ. അതുകൊണ്ട് അറബി ഭാഷയെക്കുറിച്ച് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഒരു ലാദ് ആദ്യം എഴുതുന്നത് നല്ലതാണ്. അതുപോലെ അൽ ലുഗത്തുൽ അറബിയ. അപ്പോൾ മനോഹരമായിട്ട് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് ബിൽ അറബി എന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേരോ അല്ലെങ്കിൽ അറബി ക്ലബിൻ്റെ പേരോ ഒക്കെ ചേർക്കാം. അതുപോലെ മറ്റൊരു പോസ്റ്റർ അവിടെയും കണ്ടില്ല, ലാദ് ലുഗത്ത് എന്നതായി ഇവിടെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നു. ലുഗത്തുല്ലാദ് അല്ലേ, ഇവിടെ ലുഗത്തുല്ലാദ്. അതിന് താഴെ അൽ ലുഗത്തുൽ അറബിയ എന്ന് മനോഹരമാക്കി എഴുതിയിരിക്കുന്നു. ശേഷം അൽ ലുഗത്തുൽ അറബിയ എന്ന് പിന്നെ എഴുതിയിരിക്കുന്നു. ലുഗത്തുല്ലാദ് എന്ന് ഒന്നുകൂടി എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് മനോഹരമായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് അല്ലേ, എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള പോസ്റ്ററുകൾ അറബി ഭാഷയെക്കുറിച്ച് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം. നഖറഉ നിഖാത വനുഇദ് ഖിസ്വതൻ ദാതിയതൻ ലിലുഗതിന അൽ നഖറഉ നമുക്ക് വായിക്കാം. നിഖാത്ത് പോയിൻ്റുകൾ. ഏതാ ഈ പോയിൻ്റുകൾ? അതാ ഇവിടെ താഴെ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനെയാണ് പോയിൻ്റുകൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് വായിച്ച് നോക്കാം. വനുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ഖിസ്വതൻ ദാതിയ ആത്മകഥ. ആത്മകഥ എന്നാൽ എന്താണെന്നറിയാമല്ലോ. അറബി ഭാഷ സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ വായിച്ചല്ലോ. അത് ഒരു ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്? ലിലുഗത്തിന അൽ നമ്മുടെ മാതൃഭാഷയുടെ. ലുഗത്ത് എന്നാൽ ഭാഷ, ന എന്നാൽ നമ്മുടെ, അൽ എന്നാൽ അറിയാലോ, ഉമ്മ. അപ്പോൾ ലുഗത്തുൽ ലുഗത്തിന അൽ എന്നാൽ നമ്മുടെ മാതൃഭാഷയുടെ. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളം. മലയാളത്തിൻ്റെ ഒരു ആത്മകഥ നമുക്ക് തയ്യാറാക്കാം. അറബി ഭാഷ സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ മലയാള ഭാഷ സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം ഹിസ്റ്ററിയും അതുപോലെ സ്വന്തം മേന്മകളും ഒക്കെ പറയുന്ന രൂപത്തിൽ നമ്മളൊരു പാരഗ്രാഫ് എഴുതണം എന്നാണ് ചുരുക്കം. ഇനി നമുക്ക് ഈ പോയിന്റുകൾ വായിച്ചു നോക്കാം. ഉളുവുൻ മിനൽ ഉസ്രത്തി ദ്രാഫീദിയ. ഉളുവുൻ
അംഗമാണ്, മലയാള ഭാഷ അംഗമാണ്. മിനൽ ഉസ്റത്തി കുടുംബത്തിൽ, ദ്രാവിഡിയ ദ്രാവിഡ അല്ലേ, ഒരു ദ്രാവിഡിയൻ ലാംഗ്വേജാണ് അറബി ഭാഷ. മെമ്പർ ഓഫ് ദ്രാവിഡിയൻ ഫാമിലി. പിന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലേ, തുഞ്ചത്ത് എഴുത്തച്ഛൻ ആരാണ്? അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവാണ്. അക്കാര്യം നമ്മൾ അതിലെഴുതണം. അഫ്തഖിറു ഞാൻ അഭിമാനിക്കുന്നു, ബി തുറാസി എൻ്റെ പൈതൃകത്തിൽ, എൻ്റെ പാരമ്പര്യത്തിൽ, എൻ്റെ പൈതൃകത്തിൽ, മലയാള ഭാഷ സ്വന്തം പൈതൃകത്തിൽ അഭിമാനിക്കുന്നു എന്ന് നമ്മൾ എഴുതണം. ഖനിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബ്, ഖനിയത്തുൻ സമ്പന്നമാണ്, മലയാള ഭാഷ സമ്പന്നമാണ്, ബിൽ ഫുനൂനി കലകൾ കൊണ്ട്, വൽ ആദാബി സാഹിത്യം കൊണ്ടും. അൽ കുത്തുബുൽ ഇൽമിയ വൈജ്ഞാനിക പുസ്തകങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര പുസ്തകങ്ങൾ എന്നും പറയാം. പിന്നെ അർ റിവായാത്തു വൽ മസ്റഹിയാത്തു വൽ ഖിസസ്, ഇവയൊക്കെ എന്താണെന്ന് നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ, നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. നാടകങ്ങൾ, കഥകൾ, നറേഷൻസ്. റിവായത്ത് എന്ന് പറഞ്ഞാൽ നറേഷൻസ് ആണ്. വൽ മസ്റഹിയാത്ത് നാടകങ്ങൾ, ഡ്രാമാസ്. വൽ ഖിസസ് സ്റ്റോറീസ്. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ്? മലയാളത്തിലെ ഒരു സാഹിത്യകാരനാണ്. അക്കാര്യം നമ്മൾ എഴുതണം. ഓക്കെ, ഇത് വെച്ച് എങ്ങനെയാണ് ഖിസ്സത്തുൻ ദാത്തിയ എഴുതുക? മലയാള ഭാഷയുടെ ഖിസ്സത്തുൻ ദാത്തിയ. അപ്പോൾ മലയാള ഭാഷ സ്വന്തത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെ എഴുതാം? ഒരു മോഡൽ ഞാൻ കാണിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതുകയും ചെയ്യാം. അന ലുഗത്തു മലയാളം, മലയാള ഭാഷ സ്വന്തത്തെക്കുറിച്ച് പറയുകയാണല്ലോ. അന ഞാൻ, ലുഗത്തു മലയാളം മലയാള ഭാഷ, സ്വന്തം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ മലയാള ഭാഷ. വുലിദത്തു ഒന്നിച്ച് വായിക്കുമ്പോൾ വുലിത്തു എന്നാണ് വായിക്കുക. ഞാൻ ജനിച്ചു. ഫി കൈരാല കേരളത്തിലെ ഭാഷയാണല്ലോ മലയാളം, അതുകൊണ്ട് ഞാൻ കേരളത്തിലാണ് ജനിച്ചത്. വാലിദി എൻ്റെ പിതാവ്, തുഞ്ചത്തെഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ആയതുകൊണ്ടാണ് എൻ്റെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനാണ് എന്ന് പറഞ്ഞത്. വ അന ഞാൻ, മലയാള ഭാഷ പറയാണ്, ഞാൻ ഉളുവുൻ അംഗമാണ്, മെമ്പറാണ്, മിനൽ ഉസ്റത്തി ദ്രാഫീദിയ ദ്രാവിഡ കുടുംബത്തിൽ. അന ഞാൻ, ഖനിയത്തുൻ സമ്പന്നയാണ്, ബിൽ ഫുനൂനി കലകൾ കൊണ്ട്, വൽ ആദാബി സാഹിത്യങ്ങൾ കൊണ്ട്, വൽ കുത്തുബിൽ ഇൽമിയ വൈജ്ഞാനിക പുസ്തകങ്ങൾ കൊണ്ടും. അഥവാ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് നോവലുകൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാള ഭാഷയിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് സമ്പന്നമാണ് ഞാൻ. ഇനി നമ്മൾ പുസ്തകത്തിലെ ഒരു വരി എഴുതിയിരിക്കുകയാണ്. വസിഅ്തു ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു, ജമീഅ എല്ലാ, അൻവാ ഇനങ്ങളും, അൽ അദബി സാഹിത്യത്തിൻ്റെ എല്ലാ ഇനങ്ങളും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. അഥവാ എല്ലാവിധ സാഹിത്യങ്ങളും എന്നിലുണ്ട്, അഥവാ മലയാള ഭാഷയിലുണ്ട്. അതിന് ചില എക്സാമ്പിൾസ് പറയാം. മിന റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ് അല്ലേ, നറേഷൻസ്, ഡ്രാമാസ് ആൻഡ് സ്റ്റോറീസ്. അങ്ങനെ സാഹിത്യത്തിൻ്റെ പല ഇനങ്ങളും, ഒരുപാട് ഇനങ്ങൾ മലയാള ഭാഷയിലുണ്ട്. കാന വൈക്കം മുഹമ്മദ് ബഷീർ കാത്തിബൻ മഷ്ഹൂറൻ. കാന എന്നാൽ എന്താ അർത്ഥം? ആയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു കാത്തിബൻ മഷ്ഹൂറൻ പ്രശസ്തനായൊരു എഴുത്തുകാരനായിരുന്നു. അഫ്തഖിറു ഞാൻ അഭിമാനിക്കുന്നു, ബി തുറാസി എൻ്റെ പൈതൃകത്തിൽ, അൽ ജലീയ എൻ്റെ മഹത്തായ പൈതൃകത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഓക്കെ, ഇത് ഇനിയും വലുതാക്കി എഴുതാം. മലയാള ഭാഷയിൽ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. മലയാള ഭാഷയിൽ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. അതിലൊരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെയൊക്കെ വിവരിച്ച് എഴുതാം. അപ്പോൾ ഞാനൊരു മോഡൽ മാത്രമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം. താങ്ക് യു.